Hello everyone, welcome back to Future Plus Academy. Yes, I'm your one and only Sudhar Babas. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം 2026 ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾ എക്സാം കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ ഭാഗത്ത് നിന്ന് മിക്സ്ഡ് റിവ്യൂസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാം ടഫ് ആയിരുന്നു. പഴയ ഒരു സിലബസ് ആണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഓൾഡ് പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്രാവശ്യം കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരുപാട് ഫീഡ്ബാക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, ആ പറഞ്ഞത് ശരിയാണ്. കമ്പാരിറ്റീവ്ലി NIOSന്റെ ഈ ഒരു പ്രാവശ്യത്തെ എക്സാമിനേഷൻ അത് ലിറ്റിൽ ബിറ്റ് ടഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി റിസൾട്ട് വരുന്ന കാര്യത്തിൽ റിസൾട്ടിൽ പാസ്സാവും, അതായത് ഈ ഒരു എക്സാമിനേഷൻ നമ്മൾ പാസ്സാവും അല്ലെങ്കിൽ നമുക്ക് ഇനിയും അടുത്തൊരു എക്സാം കൂടി എഴുതേണ്ടി വരുമോ എന്നൊരു സംശയത്തിലാണ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും. എനിവേ, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ റിസൾട്ട് ഓൾമോസ്റ്റ് എപ്പോൾ വരും എന്നതിനെ കുറിച്ചാണ്. യെസ്, ആസ് പെർ ദി ഇതുവരെ കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് ബൈ ജൂൺ 17th ഒക്കെ ആകുമ്പോഴത്തേക്കും 17th ഒക്കെ ഉള്ളിലെ എക്സാമിനേഷൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. യെസ്, സോ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു ജൂൺ 17 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാമിനേഷൻ റിസൾട്ട് വന്നിരിക്കും. ആ ഒരു റിസൾട്ട് വരുന്ന സന്ദർഭത്തിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ID കാർഡ്, എൻറോൾമെന്റ് നമ്പർ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം എൻറോൾമെന്റ് നമ്പർ ആണ് നമ്മൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇനി എന്നാണ് റിസൾട്ട് വരിക, നാളെ വരുമോ അല്ലെങ്കിൽ മറ്റന്നാൾ വരുമോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആവോ എന്നുള്ളൊരു സംശയം വേണ്ട. ജൂൺ 17th ആകുമ്പോൾ തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കും എന്നതിൽ യാതൊരു ധാരണയില്ല. ജൂൺ 17th ഓരോ 2 more ഡേയ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്നേ ഉള്ളൂ. ബട്ട് യു ക്യാൻ എക്സ്പെക്ട് യുവർ റിസൾട്ട് ഓൺ ജൂൺ 17th ഓർ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് നോക്കേണ്ടത്? റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അതിൽ നിങ്ങളുടെ ഗ്രേഡിങ് ഇപ്പം പാസ് എന്ന് കൊടുത്താൽ ഓക്കെ ഫൈൻ, വിച്ച് മീൻസ് അത് പാസ്സാണ്. ഇനി അല്ല, അതിൽ വേറെ കുറെ SYT, SYC എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പതുക്കെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒന്നും ആർക്കും വേണ്ട. സോ ഹോപ്പ് ഫോർ ബെസ്റ്റ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് അതാണ് പറയാനുള്ളത്. നന്നായിട്ട് എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ്റെ റിസൾട്ട് ഗുഡ് ആയിട്ട് തന്നെ വരും. ഇനി കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഓൺ. ഓക്കെ, ആൻഡ് വി ഓൾ ആർ വിത്ത് യു. നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്കൊപ്പം ഉണ്ട്. സോ ഡോണ്ട് ബി വെറി about that. All the best to everyone and thank you so much.